അല്ല, മേയർ ചോറ് ഇവിടെയും കൂറ് അവിടെയുള്ള ഒരാളാണ്. തൃശ്ശൂർ മേയർക്ക് മാത്രം പ്രത്യേകം കേക്ക് കൊണ്ടു കൊടുക്കുന്നത് വഴിതെറ്റി വന്ന് കേക്ക് കൊടുത്തിട്ടുള്ളതല്ല. സുനിൽകുമാർ അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സുനിൽകുമാറിന് ഇപ്പൊ എന്തും പറയാം, കാരണം പുറത്താ നിൽക്കണേ. ഞാൻ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നത്. BJP നേതാക്കൾ വീട്ടിലെത്തി കേക്ക് കൈമാറിയതിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ തൃശൂർ മേയർ MK വർഗീസിനെതിരെ നിലപാട് കടുപ്പിച്ച CPI. മേയർക്ക് ചോറിവിടെയും കൂർ അവിടെയുമാണ് എന്ന് വിമർശിച്ച VS സുനിൽകുമാർ LDFന്റെ ചെലവിലാണ് മേയർ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നും ആരോപിക്കുന്നു. VS സുനിൽകുമാറിന്റെ വിമർശനങ്ങൾക്ക് മറുപടി നൽകിയ MK വർഗീസ് ആരോപണങ്ങൾ ബാലിശമാണെന്നും തന്റെ മനസ്സിൽ ഇപ്പോൾ ഇടതുപക്ഷം മാത്രമാണെന്നും പറയുന്നു. BJPയുടെ സ്നേഹ സന്ദേശത്തിൽ ആടിയുലയുകയാണോ തൃശൂരിൽ ഇടതുമുന്നണി? കേക്കിൽ മയങ്ങുമോ മേയർ? പരിശോധിക്കാം. സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ഡോക്ടർ B ജയരാജ്, ഇടത് സഹയാത്രികൻ, ശ്രീ ഉല്ലാസ് ബാബു, BJP പ്രതിനിധി, ശ്രീ ജോർജ് പൊടിപ്പാറ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ ചർച്ചയിൽ CPMന്റെയും CPIയുടെയും പ്രതിനിധികളെ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മൾ ക്ഷണിച്ചിരുന്നു. കോൺഗ്രസ് പ്രതിനിധിയെയും ക്ഷണിച്ചിരുന്നു. കോൺഗ്രസ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല എന്ന വിശദീകരണമാണ് നൽകിയത്. അതേസമയം CPMന്റെയും CPIയുടെയും പ്രതിനിധികൾ ചർച്ചയിൽ ഈ വിഷയമായതുകൊണ്ട് പങ്കെടുക്കാൻ തയ്യാറായിട്ടുമില്ല. ഞാൻ അതിഥികളിലേക്ക് പോവുകയാണ്. ആദ്യം ഡോക്ടർ B ജയരാജ്, നേരത്തെ മുതൽ തന്നെ തൃശൂർ മേയറുമായി ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ള നിലപാട് CPI പല ഘട്ടങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വലിയ വിയോജിപ്പ് തൃശൂർ മേയറുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. ഇന്ന് അതിഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളാണ് VS സുനിൽകുമാർ ഉയർത്തിയിരിക്കുന്നത്. ഇത് മുൻപ് ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു വിമർശനം, അതിൻ്റെ തുടർച്ചയായി തന്നെ CPIയുടെ അഭിപ്രായ വ്യത്യാസമായി തന്നെ കാണുന്നുണ്ടോ, അതോ VS സുനിൽകുമാർ എന്ന വ്യക്തിയുടെ മാത്രം പ്രതികരണമായാണോ താങ്കൾ കാണുന്നത്? ഈ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ കേക്ക് ഡിപ്ലോമസി തുടങ്ങിയിട്ട് BJP തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി, 1-2 വർഷമായെന്ന് തോന്നുന്നു. മെത്രമാരെയെല്ലാം വീട്ടിൽ പോയി കാണുക, അതുപോലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയെല്ലാം പോയി കാണുക, ഭവന സന്ദർശനങ്ങൾ നടത്തുക, കേക്ക് കൊടുക്കുക എന്നൊക്കെ അത് BJPയുടെ ഒരു ടാക്ടിക്സിൻ്റെ ഭാഗമായിട്ടാണ്. അവർ സാധാരണ ₹1 മെമ്പർഷിപ്പ് അല്ലെങ്കിൽ മിസ്ഡ് കോൾ മെമ്പർഷിപ്പിലൊക്കെ തുടങ്ങി അവർ മാക്സിമം റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ജനങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനുള്ള ശ്രമം അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണത്. അതിൻ്റെ ഭാഗമായിട്ടാണ് EP ജയരാജനെ പോയി ജാവദേക്കർ പോയി കണ്ടത്. അത് വലിയ വിവാദമായി. ഇപ്പോൾ തൃശ്ശൂർ മേയറെ വീട്ടിൽ പോയി കണ്ടു, അദ്ദേഹത്തിന് കേക്ക് കൊടുത്തു ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം വീട്ടിൽ വരുന്ന ഒരാളോട് നമ്മൾ വരണ്ട അല്ലെ കേക്ക് തരണ്ട എന്നൊന്നും പറയാൻ പാടില്ല. അതൊക്കെ ഡിപ്ലോമസിയുടെ ഒരു സ്ഥാനം. മേയർ എന്ന് പറഞ്ഞൊരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിലേക്ക് വരണ്ട എന്നൊന്നും പറയാൻ അന്യോന്യം 2 രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ തമ്മിൽ കാണുമ്പോൾ കഥക് വലിച്ചടയ്ക്കുന്നതല്ലല്ലോ സാമാന്യ മര്യാദ. ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് കേക്ക് സ്വീകരിക്കുന്നതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അതിനെയൊക്കെ വ്യാഖ്യാനിക്കണമെന്ന്, ഈ രീതിയിൽ വ്യാഖ്യാനിക്കണമെന്ന കാര്യമൊന്നുമില്ല. ഈ സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം സുനിൽകുമാർ മുറിവേറ്റൊരു കടുവയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആഘാതം അദ്ദേഹത്തിന് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ആ സമയം പൊളിറ്റിക്കൽ പാർട്ടികളിൽ അവരുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. കൊല്ലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ്, CPIMൻ്റെ സമുന്നതനായ നേതാവ് N പത്മലോചനൻ മേയറായിരുന്നു ആ സമയത്ത്. പിന്നീട് മേയറായി അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസമൊക്കെ അനുഭവിച്ച, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ നേതാവായിരുന്നു N പത്മലോചനൻ. പത്മലോചനൻ RSSൻ്റെ ഒരു പരിപാടിക്ക് വിളക്ക് തിരിതെളിയിക്കാനായിട്ട് പോയി മേയറായിരിക്കുമ്പോൾ. അദ്ദേഹം അതിന് എക്സ്പ്ലനേഷൻ നൽകിയത് RSSൻ്റെ പരിപാടിക്ക് ഞാൻ മേയർ എന്നുള്ള രീതിയിലാണ് പോയത്, CPM എന്നുള്ള രീതിയിലല്ല പോയതെന്ന് പറഞ്ഞെങ്കിലും പാർട്ടി നടപടിയെടുത്ത് അദ്ദേഹത്തിനെ മേയർ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അത് പുറത്തൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു. ഇപ്പോൾ VD സതീശൻ സവർക്കറിൻ്റെ പടത്തിന് മുന്നിൽ വിളക്ക് കത്തിക്കാൻ പോകുന്നത് അതൊരു പൊളിറ്റിക്കൽ ആംഗിളാണ്. അതുപോലെയല്ല വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സൗഹൃദ സന്ദർശനം നടത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാർ അതൊരു പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ട ആണെന്ന് നമുക്ക് അറിയാമെങ്കിൽ കൂടിയും, പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഒരു മാന്യത വീട്ടിൽ വരുന്ന ആളുകളോട് കാണിക്കാറുണ്ട്. വീട്ടിൽ വരുന്ന ഒരു സൗഹൃദ സന്ദർശനങ്ങൾ നമ്മളെല്ലാവരും തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്ന ആളുകളുമാണ്.
ഇപ്പോൾ എത്ര കടുത്ത ഇടതുപക്ഷക്കാരനാണെങ്കിലും എത്ര കടുത്ത വലതുപക്ഷക്കാരനാണെങ്കിലും ആരെങ്കിലും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുക എന്നുള്ളത് മലയാളിയുടെ ആതിഥ്യ മര്യാദയുടെ ഭാഗമായിട്ടാണ്. ശരി, എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇ.പി. ജയരാജൻ പറഞ്ഞിരുന്നു. പക്ഷേ ആ നിലയ്ക്കല്ല പാർട്ടി കണ്ടത് എന്നാണ് മനസ്സിലാക്കിയത്. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായി. വീട്ടിലോട്ട് വരുമ്പോൾ പോലും 2 തരത്തിലാണ് അത് സ്വീകരിക്കപ്പെടുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ ഉല്ലാസ് കൂടി നമുക്കൊപ്പം ചേരുന്നു, BJP പ്രതിനിധി. ശ്രീ ഉല്ലാസ് ബാബു, താങ്കൾ കെ സുരേന്ദ്രനൊപ്പം MK വർഗീസിന്റെ വീട്ടിൽ എത്തി കേക്ക് നൽകിയ BJP നേതാക്കളിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ആ സന്ദർശനം അത്ര നിഷ്കളങ്കമല്ല എന്നാണ് ഇന്ന് VS സുനിൽകുമാർ പറഞ്ഞത്. അത് നിഷ്കളങ്കമായിരുന്നില്ലേ? അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നു? രേണുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി ബഹുമാനായ ശ്രീ നരേന്ദ്രമോദിജിയുടെ കൃത്യമായിട്ടുള്ള സന്ദേശം നിങ്ങൾക്കറിയാം. അപ്പോൾ അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു, നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ അതിന്റെ ഭാഗമായി ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജില്ലകളിലും ഞങ്ങൾ കൃത്യമായി സ്നേഹ സന്ദേശ യാത്രയും കേക്കും ഒക്കെ കൈമാറുന്നുണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടതിൽ എന്താണ് രാഷ്ട്രീയം കാണേണ്ടതുള്ളത്? ബഹുമാനായിട്ടുള്ള ശ്രീ VS സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രൊലോങ്ഡ് ഗ്രീഫ് ഡിസോർഡർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന ഒരു വിഷാദ സ്വഭാവം. അദ്ദേഹം പരാജയപ്പെട്ടതിന് ശേഷം നാട് ഇന്ന് വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം ഇപ്പോഴും കൊണ്ടുവരുന്ന ഒരു ശൈലിയാണ് അദ്ദേഹം കാണുന്നത്. കേക്കിന് പോലും രക്ഷയില്ലാത്തൊരവസ്ഥ എന്ന് പറയപ്പെടുന്നത്. കേക്കിനോടും ക്രിസ്മസിനോടും ക്രൈസ്തവരോടും അദ്ദേഹത്തിന് വിരോധമുണ്ടെന്ന് നമ്മൾ വ്യാഖ്യാനിച്ചാൽ അംഗീകരിക്കും. അദ്ദേഹം നോക്കൂ, ഇന്ന് കൃത്യമായി ശ്രീ ഉല്ലാസ് ബാബു, അതിനെ ആ നിലയ്ക്ക് കാണണമെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മാത്രം ഈ ഒരു നിലപാടെടുക്കുകയോ അത് പറയുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ ഇതിനു മുൻപും പല ഘട്ടങ്ങളിൽ MK വർഗീസിന്റെ കാര്യത്തിൽ സമാനമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അതേ നിലപാട് CPIക്കും ഉണ്ട്. അവർ പല തവണ അത് LDFിൽ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ളതുമായ വിഷയമാണ്. അപ്പോൾ അത് തോൽവി മൂലം അദ്ദേഹം പറയുന്ന കാര്യമായി അതിനെ ചുരുക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ ഞാനൊരു കൃത്യമായിട്ട് രേണുകോട് ഒരു കാര്യം പറയും. അന്ന് ഞങ്ങൾ മേയർ വർഗീസിന്റെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തിന് സ്നേഹ സന്ദേശ യാത്ര കൈമാറുകയും കേക്ക് കൈമാറുകയും ചെയ്ത് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K സുരേന്ദ്രൻ, ഞാനും ഉണ്ട് ആ ടീമിൽ. ഞങ്ങൾ ഒരുമിച്ച് തിരിച്ചു പോകുന്നു. അദ്ദേഹത്തിന് കോട്ടയത്ത് പോകേണ്ട ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് അവിടെ വന്ന അതിഥിയുടെ പേരെന്താണെന്നറിയാം? ആ അതിഥിയുടെ പേരാണ് P ബാലചന്ദ്രൻ. അദ്ദേഹം ആരാന്നറിയാമോ? അദ്ദേഹം തൃശ്ശൂരിലെ MLA ആണ്. അദ്ദേഹം ഏത് പാർട്ടിയിലേതാണെന്നറിയാമോ? CPI എന്നാണ്. അദ്ദേഹം ഇതേപോലെ തന്നെ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ, ഞാൻ ബഹുമാനായിട്ടുള്ള MLA കുറ്റപ്പെടുത്തല്ല കേട്ടോ, ഒരു സംസ്ഥാന അധ്യക്ഷനെ കൊണ്ട് അദ്ദേഹം വിവാദത്തിന്റെ ആവശ്യമില്ലല്ലോ. അവർ ഒരു മുന്നണിയിൽപ്പെട്ടവരല്ലേ, മേയറെ കാണാൻ വന്നതാകാം, അതിനകത്ത് അത്ഭുതമില്ല, അല്ലെങ്കിൽ വിവാദത്തിന്റെ ഒന്നും അടിസ്ഥാനമില്ല. ശ്രീ ഉല്ലാസ് ബാബു, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പോക്ക് നിഷ്കളങ്കമായിരുന്നോ എന്നതായിരുന്നല്ലോ എന്റെ ആദ്യ ചോദ്യം. അത് അങ്ങനെ ചോദിക്കാൻ കാരണം നിങ്ങൾ സ്നേഹ സന്ദേശവുമായി എല്ലാവരിലോട്ടും എത്തിയില്ല. ഇവിടെ മറ്റ്6 മേയർമാരുണ്ടല്ലോ, അവരോടൊത്തൊന്നും നിങ്ങൾ എത്തിയില്ല. എന്തുകൊണ്ട് തൃശ്ശൂർ മേയർ? എന്റെ പൊന്നു രേണുക, നിങ്ങൾ എന്താണ് ഈ കേൾക്കുന്നത്? ഞാൻ എന്താണ് ഈ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് K സുരേന്ദ്രനെ കാണാൻ P ബാലചന്ദ്രൻ കയറി കൈ കൊടുത്തെന്ന്, മേയറെ കാണാനല്ല. അവർ ഒരേ മുന്നണിയിലാണെന്നല്ല അതിന്റെ അർത്ഥം. K സുരേന്ദ്രനും P ബാലചന്ദ്രനും ഒരേ മുന്നണിയാണോ? മനസ്സിലായില്ല. മേയർ വർഗീസിന്റെ വീട്ടിൽ നിന്ന് കേക്ക് കൊടുത്ത് കയ്യു കൊടുത്ത് വളരെ സ്നേഹ സന്ദേശ യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ക്രിസ്മസ് സന്ദേശവും കൈമാറി തിരിച്ചു പോകുമ്പോൾ K സുരേന്ദ്രനെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് അതേ വീട്ടിൽ വണ്ടി നിർത്തി തൊട്ടപ്പുറത്ത് വീട്ടിലുള്ള ബാലചന്ദ്രൻ വന്ന് കയ്യു കൊടുത്തു പോയി. അതിന് ഞങ്ങൾ തെറ്റും കാണുന്നില്ല കേട്ടോ. അതിനകത്തൊരു രാഷ്ട്രീയമില്ല. അദ്ദേഹത്തിന് ഞങ്ങൾ അനാവശ്യം പറയുകയല്ല. അതൊരു സൗഹൃദമാണെന്ന്. ഈ സുനിൽകുമാറിന്റെ വീട്ടിൽ ബഹുമാനായ K സുരേന്ദ്രൻ പോയിട്ടുണ്ടല്ലോ, ചായ കഴിച്ചിട്ടുണ്ടല്ലോ, അവിടെ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടല്ലോ. സുനിൽകുമാറിനെ ക്ഷണിച്ചിട്ടുണ്ടോ പാർട്ടിയിലേക്ക്? ഇതേ സുനിൽകുമാർ സുരേന്ദ്രന്റെ ഉള്ളേരിയിലെ വീട്ടിൽ പോയിട്ടുണ്ടല്ലോ, അവിടെ ചായ കഴിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം വീണ്ടും ആ സമയത്ത് ക്ഷണിച്ചിട്ടുണ്ടോ? അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്തൊരു സൗഹൃദവും സ്നേഹവും ഒരു വിശേഷങ്ങളും ആഘോഷങ്ങളും വരുമ്പോൾ പങ്കിടുന്നതിന് അത് കാണാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. സുനിൽകുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ക്രിസ്മസ് ആഘോഷങ്ങളോടും ഈ ക്രിസ്മസ് വിശ്വാസങ്ങളോടും പരിപൂർണമായി വിരോധം പുലർത്തുന്ന ആൾ എന്ന് തന്നെയാണ് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് CPM-ന്റെ മുന്നണി ഭരിക്കുന്ന ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് സംവിധാനം ചാവക്കാടുള്ള കരോൾ തടഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിൽ അഭിപ്രായം പറഞ്ഞില്ലല്ലോ സുനിൽകുമാർ. ആ സുനിൽകുമാറിന് ആകെ അഭിപ്രായം പറയാനുള്ളത് കേക്കിന്റെ കാര്യത്തിലാണ്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ചോദിച്ചുവല്ലോ, ഇവിടെ 6 മേയർമാരുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ തൃശ്ശൂർ മേയർക്ക് മാത്രം സ്നേഹ സന്ദേശ യാത്രയിൽ കേക്ക് കൊടുക്കാൻ പോയി എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണല്ലോ. ഈ
ആരോപണം ഉന്നയിക്കുമ്പോൾ, ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് സുനിൽകുമാർ പറയുന്നു ഒരു കേക്ക് കൊടുക്കുന്നതിലൊന്നും ഒരു പ്രശ്നവുമില്ല, പക്ഷേ എന്തുകൊണ്ട് മറ്റൊരു മേയർക്കും കൊടുക്കാത്ത കേക്ക് തൃശ്ശൂർ മേയർക്ക് എത്തുന്നു എന്ന ഒരു കാര്യമാണ് ചോദിക്കുന്നത്. അത് മാത്രമാണ് അതിലൊരു വിവാദം. അതിലൊരു വിവാദമില്ല, അതിനകത്തൊരു ഗുരുതരാവസ്ഥയില്ല. കെ സുരേന്ദ്രൻ അന്ന് കാലത്ത് പരിപാടി, അത് കഴിഞ്ഞ അടൽ ബിഹാരി വാജ്പേയിജിയുടെ 100ാം ജന്മവാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ പ്രോഗ്രാം തൃശ്ശൂർ പാർട്ടി ഓഫീസിലായിരുന്നു. തൃശ്ശൂർ പാർട്ടി ഓഫീസിലെ പരിപാടിയും കഴിഞ്ഞ് നേരെ പിതാവിനെ പോയി കണ്ടു. പിതാവിന് സ്നേഹ സന്ദേശം കൈമാറി, അദ്ദേഹത്തിനും കേക്ക് കൈമാറി, അദ്ദേഹം തിരിച്ച് കേക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് കോട്ടയത്തേക്ക് പോകുന്ന വഴിക്ക് മണ്ണുത്തിയിലുള്ള മേയറുടെ വീട്ടിലേക്ക് കയറി അദ്ദേഹത്തിനും കേക്ക് കൊടുത്തു. അദ്ദേഹത്തിനും സ്നേഹ സന്ദേശം പ്രധാനമന്ത്രിയുടെ കൈമാറി. തിരിച്ച് മേയറും ഒരു കേക്ക് കട്ട് ചെയ്ത് തന്നു. അദ്ദേഹത്തിനോടും ഒരു രാഷ്ട്രീയവും പറഞ്ഞില്ല, ഭംഗിയായിട്ടുള്ള മേരി ക്രിസ്മസ് പറഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷം പറഞ്ഞു. തിരിച്ചു പുറത്തിറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരോട് രണ്ടുപേരും ഈ വിഷയം പറഞ്ഞു. ഇതിൽ രാഷ്ട്രീയമല്ല, ഒരു സ്നേഹ സന്ദേശം, ക്രൈസ്തവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളെ ഞങ്ങൾ ഭംഗിയായി ആഘോഷിക്കുന്നു. ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് സ്നേഹ സന്ദേശ യാത്ര ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ആഹ്വാന പ്രകാരം വന്നതാണ്. ഈ കാര്യം വളരെ കൃത്യമാണെന്ന് അന്ന് പാർട്ടിയുടെ പരിപാടി തൃശ്ശൂരിലായിരുന്നു. അതിലെന്താണ് ഗുരുതരാവസ്ഥ തോന്നുന്നത്? ഈ ഗുരുതരാവസ്ഥ തോന്നുന്നത് സുനിൽകുമാറിനെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം ബാധിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞേ, പ്രൊലോങ്ഡ് ഗ്രീഫ് ഡിസോർഡർ എന്ന് പറയപ്പെടുന്ന നീണ്ടു നിൽക്കുന്ന വിഷാദ രോഗത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ പരാജയത്തെ അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കേക്കിന് മധുരമായിട്ട് തോന്നില്ല, കേക്കിന് അദ്ദേഹത്തിന് കയ്പായിട്ടാണ് തോന്നുക. അദ്ദേഹത്തിന്റെ പ്രശ്നമാണ് ഉല്ലാസ് ബാബു, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ഒടുവിൽ താങ്കൾ ഈ സൂചിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം എന്നതാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി എന്ന കാൻഡിഡേറ്റിനെ പ്രശംസിച്ചുകൊണ്ട് എം കെ വർഗീസ് പറഞ്ഞത് നമുക്ക് മുന്നിലുണ്ട്. അദ്ദേഹം എം പി ആയതിനു ശേഷം നടത്തിയ സന്ദർശനം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത് ഞാൻ ഇപ്പോൾ എൽ ഡി എഫിലാണ് എന്ന് മാത്രമാണ് പറയുന്നത്. നാളെ എന്താകുമെന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ നേരത്തെ മുതൽ തന്നെ ബി ജെ പിയുമായി അടുപ്പം പുലർത്തുന്നു എന്ന് പറയുന്ന ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ ബി ജെ പി കാൻഡിഡേറ്റിന് അനുകൂലമായി പരസ്യ പ്രസ്താവന നടത്തുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ ബി ജെ പി അധ്യക്ഷൻ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. നിങ്ങൾ കേരളത്തിലെ മറ്റ് മേയർമാർക്ക് കൊടുത്തിരുന്നു എങ്കിൽ, അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെയും വീട്ടിലെത്തിയിരുന്നു എങ്കിൽ ഈ തരത്തിൽ വിവാദമില്ല. അതുകൊണ്ടാണ് ബി ജെ പിക്ക് എന്തെങ്കിലും പ്രത്യേക താല്പര്യം, പ്രത്യേക അജണ്ട ഇതിന് പിന്നിലുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നത്. നിങ്ങൾ ഇങ്ങനെ പ്രത്യേക അജണ്ട എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കെ സുരേന്ദ്രനെ കഷ്ണം വെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ പറ്റില്ല. അദ്ദേഹം അന്ന് തൃശ്ശൂരായിരുന്നു, ക്രിസ്മസ് ദിവസം തൃശ്ശൂരാണ് അദ്ദേഹത്തിന്റെ പാർട്ടി പരിപാടി. അപ്പൊ സ്വാഭാവികമായിട്ട് തൃശ്ശൂരുള്ള ആളുകളെ കാണും. അതിലെന്താ തെറ്റുള്ളത്? രണ്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് രേണുക പദം അറിയേണ്ടതാണ്. ആ വിവാദമായ വിഷയം ഞാൻ പറഞ്ഞുതരാം. സുരേഷ് ഗോപി എം പി ആകാൻ ഫിറ്റ് ആയിട്ടുള്ള ആളാണ് എന്ന് മേയർ പറഞ്ഞു എന്നുള്ളത്. സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപി എം പി ആവാൻ ഫിറ്റ് ആയിട്ടുള്ള ആളല്ലേ. സോ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സ്ഥാനാർത്ഥികളും ഫിറ്റ് ആയിട്ടുള്ള ആളാണ്. 3 സ്ഥാനാർത്ഥികളും ഫിറ്റ് ആയിട്ടുള്ള ആളായതുകൊണ്ടാണല്ലോ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നതും. ഇനി സുനിൽകുമാർ ആയിരുന്നു എം പി ആയിട്ട് ജയിച്ചിരുന്നെങ്കിൽ മേയർ സുനിൽകുമാറിനെ പോയി കാണുമായിരുന്നു. അദ്ദേഹം തോറ്റില്ലേ? അപ്പൊ സുരേഷ് ഗോപി എം പി അല്ലേ? എം പി എന്നാൽ ജനപ്രതിനിധിയാണ് അല്ലേ? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ ജനപ്രതിനിധിയെ തൃശ്ശൂരിന്റെ മേയർ വന്ന് കണ്ടു. കാണാനുള്ള കാരണമുണ്ട്. സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ മേയറുമായി സഹകരിച്ച് തന്നെ കോർപ്പറേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ ഓരോ പ്രവർത്തനങ്ങളും, സുരേഷ് ഗോപിയുടെ എം പി ആയ കാലഘട്ടത്തിലും അതിനുശേഷവും ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഈ തൃശ്ശൂർ കോർപ്പറേഷനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വികസന കാഴ്ചപ്പാടിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകളാണ് സുരേഷ് ഗോപി നടത്തിയിട്ടുള്ളത്. ഇപ്പൊ തൃശ്ശൂരിന്റെ പാലസ് ഗ്രൗണ്ട് 13 കോടി രൂപയാണ് കൊടുക്കാൻ പോകുന്നത് പി ടി ഉഷയുടെ നേതൃത്വത്തിൽ. അതൊക്കെ സ്വാഭാവികമായിട്ട് കേന്ദ്രമന്ത്രി നേരത്തെ മന്ത്രിയായിരുന്ന ഇപ്പോൾ പ്രവർത്തനങ്ങളൊക്കെ എൽഡിഎഫിന്റെ തന്നെ സ്ഥാനാർത്ഥിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച ഒരു വ്യക്തിക്ക് ചോറിവിടെയും കൂർ അവിടെയും ആണോ എന്നൊരു സംശയം തോന്നിയതിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. അത് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്നുണ്ടായിട്ടുള്ള ഏതെങ്കിലും വികാരമാണ് എന്ന് പറയാനും പറ്റില്ല. അങ്ങനെ ഒരു സംശയം വേണമെങ്കിൽ ഉണ്ടാകാം എന്ന സാഹചര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ സ്നേഹ സന്ദേശയാത്രയുടെ ഭാഗമായാണ് തൃശ്ശൂർ മേയറുടെ വീട്ടിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ബി ജെ പിയുടെ മറ്റ് നേതാക്കളും എത്തുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി മറ്റു വിഷയങ്ങളിൽ സൗഹാർദ്ദവും വികസന കാര്യങ്ങളിലൊക്കെയുള്ള യോജിപ്പും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കിടയിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. കാരണം അതാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ആ നിലയ്ക്ക് നടന്ന ഒരു കൂടിക്കാഴ്ചയായി, അത്ര നിഷ്കളങ്കമായി നമുക്ക് ഇന്ന് നടന്ന ക്രിസ്മസ് ദിനത്തിൽ നടന്ന ഈ കൂടിക്കാഴ്ചയെ കാണാൻ കഴിയുമോ? ഏതെങ്കിലും തോൽവിയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ, അതിൻ്റെ തുടർച്ചയാണ് വി എസ് സുനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് ചൂണ്ടിക്കാണിച്ചതിനെ താങ്കൾ എങ്ങനെ കാണുന്നു?
രേണുക ഉല്ലാസ് ബാബു പറഞ്ഞതും അതുപോലെ തന്നെ അതിനു മുമ്പ് ശ്രീ ജയരാജ് പറഞ്ഞതും ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. ഇതിനെ അത്ര ഗൗരവമായിട്ട് കാണേണ്ട കാര്യമില്ല. ഇതൊരു എന്താ പറയാ BJP കുറച്ച് കാലമായി പിന്തുടരുന്ന ക്രിസ്മസിനൊക്കെയുള്ള സ്നേഹ സന്ദേശ യാത്രയുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. അവരെല്ലായിടത്തും ഇങ്ങനെ എല്ലാ ജില്ലകളിലും ഇത് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെ വന്നപ്പോൾ തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെ കണ്ട് കേക്ക് കൊടുത്തു. അന്ന് സുരേന്ദ്രൻ തൃശ്ശൂരിലായിരുന്നു പരിപാടി, വാജ്പേയിയുടെ 100ാം ജന്മദിനം ആഘോഷം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തിന് ആക്സസിബിൾ ആയിട്ടുള്ള 2 പ്രധാനപ്പെട്ട ആളുകളെ, ഒന്ന് ആർച്ച് ബിഷപ്പിനെ പോയി കണ്ടു, ക്രിസ്മസ് ആണ്. അതുപോലെ തന്നെ പിന്നത്തെ ആള് തൃശ്ശൂരിന്റെ പ്രഥമ പൗരൻ മേയറെ പോകുന്ന വഴിക്ക് അദ്ദേഹം മണ്ണുത്തിയിലെ വീട്ടില് നെട്ടിശ്ശേരിയിലെ വീട്ടിൽ പോയി കണ്ടു. അവിടെ വെച്ചൊരു കേക്ക് കൊടുത്തു. ആ കേക്ക് തിരിച്ചു ഒരു കേക്ക് കൊടുത്തു. കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കേക്ക് കൊടുക്കുകയും ചെയ്തു. ഇതിനെ ആ രീതിയിൽ വേണമെങ്കിലും കാണാം. പക്ഷെ സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ കുറച്ച് കാലമായിട്ട് ഈ മേയറെ കുറിച്ച്, മേയറുടെ നിലപാടുകളെ കുറിച്ച് സുനിൽകുമാറിന് സംശയമുണ്ട്. സുനിൽകുമാർ വളരെ മാന്യമായിട്ടും വളരെ എന്താ പറയാ ഒരു ജെന്റിലായിട്ട് കാര്യങ്ങളെ കാണുന്ന ഒരാളാണ്. ഇല്ലാത്ത കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു ടൈപ്പേ അല്ല അദ്ദേഹം. പക്ഷെ തൃശ്ശൂരിൽ സംഭവിച്ചതിനെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതൊന്നും യാദൃച്ഛികമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാത്രമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം യഥാർത്ഥത്തിൽ വിക്ടിം അദ്ദേഹമാണല്ലോ. അതായത് തൃശ്ശൂരിൽ പൂരം കലക്കലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവിടെ BJP നടത്തിയിട്ടുള്ള ചില ആസൂത്രിത ഗൂഢാലോചനകൾ, ഇതെല്ലാം പിന്നെ മാത്രമല്ല കുറെ കാലമായിട്ട് സുരേഷ് ഗോപി വിജയത്തിന് വേണ്ടി എന്തും ചെയ്യാം എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും സുരേഷ് ഗോപി വളരെ സമർത്ഥമായിട്ട് ഈ ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ ക്യാച്ച് ചെയ്യാൻ നടത്തിയ ശ്രമം, ലൂർദ് മാതാവിന് കിരീടം സമർപ്പിച്ചത് അടക്കം, മാത്രമല്ല ഇങ്ങനെ പല 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 കാര്യങ്ങൾ വളരെ പ്ലാൻഡ് ആയിട്ട് വിജയിച്ച ഒരു പ്ലാൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ. കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം ഈ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യൻ വോട്ടുകളെ സ്പ്ലിറ്റ് ആക്കണം, മുസ്ലിം വോട്ടുകളും ബുദ്ധിമുട്ടാണ്, ക്രിസ്ത്യൻ വോട്ടുകളെ സ്പ്ലിറ്റ് ആക്കി BJPക്ക് ഒരു വിഹിതമെങ്കിലും BJP പാളയത്തിലേക്ക് വരുത്താതെ ജയിക്കാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ ബോധ്യം BJP നേതൃത്വത്തിനും ഉണ്ടായിരുന്നു, സുരേഷ് ഗോപിക്കും ഉണ്ടായിരുന്നു. ആ പ്ലാൻ വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തു. ആ പ്ലാൻ വിജയിക്കുകയും ചെയ്തു. അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ LDFന്റെയും UDFന്റെയും പ്രതീക്ഷകൾ തകർത്ത് മിന്നുന്നൊരു വിജയം സ്വന്തമാക്കി. അതിനുശേഷം ഈ വിജയിച്ച് MP ആയതിനു ശേഷം സുരേഷ് ഗോപി മേയറെ കണ്ടപ്പോൾ മേയർ കൊടുത്തൊരു സ്വീകരണവും അതിന്റെ ഒരു ഊഷ്മളതയൊക്കെ, ഒരുപക്ഷെ ഒരു ഇടതുപക്ഷ മേയറായിരിക്കെ LDFന്റെ പിന്തുണയോടെ അധികാരത്തിലിരിക്കുന്ന മേയർ ഈ പറഞ്ഞ സുരേഷ് ഗോപി എന്ന് പറയുന്ന BJP MP-യെ ഇത്ര സ്നേഹവായ്പോടെ, ഇത്ര വികാരവായ്പോടെ സ്വീകരിക്കേണ്ടതുണ്ടോ, ഇത്രയധികം വരവേൽപ്പ് നൽകേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമൊക്കെ സുനിൽകുമാറിന്റെ മനസ്സിലുണ്ടാവും. അത് സുനിൽകുമാറിനുണ്ടാകുന്ന പോലെ മറ്റാർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ അദ്ദേഹം മുറിവേറ്റ ആളാണ്, അതിന്റെ കെടുതി അനുഭവിച്ച ആളാണ്. ഈ പ്ലാനിങ്ങിന്റെ എല്ലാം BJPയുടെ സമർത്ഥമായ പ്ലാനിങ്ങിന്റെ ആദ്യത്തെ അദ്ദേഹമാണ്. മുരളീധരനേക്കാൾ മുരളീധരൻ 3ാം സ്ഥാനത്ത് പോയല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും 2ാം സ്ഥാനത്ത് അതർവൈസ് ജയിക്കേണ്ടിയിരുന്ന താൻ തോറ്റത് ഈ എന്താ പറയുക ഈ പറഞ്ഞ നയതന്ത്രത്തിന്റെയൊക്കെ, ഈ ക്രിസ്ത്യൻ നയതന്ത്രത്തിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ ഒന്നാമത്തെ ഫസ്റ്റ് വിക്ടിം താനാണെന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. മാത്രമല്ല ഇവിടെയൊക്കെ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ MK വർഗീസ് എന്ന് പറയുന്ന മേയർ, അദ്ദേഹം ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ സംസ്ഥാന തലത്തിൽ തന്നെ നടത്തിയ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ, അതായത് തൃശ്ശൂർ കോർപ്പറേഷൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ട് നടത്തിയ അട്ടിമറിയുടെ ഇരയായിരുന്നു അദ്ദേഹം. നെട്ടിശ്ശേരിയിൽ ആദ്യം കാൻഡിഡേറ്റ് ആയിട്ട് കോൺഗ്രസ് കരുതിയതും പ്രഖ്യാപിച്ചതും ഒക്കെ അദ്ദേഹത്തെ തന്നെയായിരുന്നു. പക്ഷെ ഒരു പാക്കേജിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് പകരം വേറൊരാളെ നിയോഗിക്കുന്നു. പക്ഷെ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നു. അദ്ദേഹം ഒരു പോരാളിയാണ്, പഴയ സൈനികനാണ്, അദ്ദേഹത്തിന് വീര്യം കൂടും. അങ്ങനെ ഒരു വെല്ലുവിളി വരുമ്പോൾ കുറച്ചുകൂടി ആവേശവും അതുപോലെ തന്നെ മാനസിക കരുത്തും കിട്ടും. അദ്ദേഹം നെട്ടിശ്ശേരിയിൽ മത്സരിച്ചു. അതിനു മുമ്പ് കൗൺസിലറായ കാലത്ത് ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ടാകാം അദ്ദേഹം ജയിക്കുന്നു. പ്രത്യേക സാഹചര്യത്തിൽ അതിപ്പോ ഭാഗ്യം എന്ന് പറയുന്നതാണ്. അതായത് കോർപ്പറേഷനിലെ കക്ഷി നില ഒരു പ്രത്യേക ഈക്വേഷനിൽ വന്നു. ഇദ്ദേഹത്തിന്റെ ഒരു പിന്തുണ, ഇദ്ദേഹം ആരുടെ കൂടെ നിൽക്കുന്നു അവർക്ക് ഭരിക്കാം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് LDF സമർത്ഥമായി നീക്കം നടത്തി അദ്ദേഹത്തെ മേയറാക്കുന്നു. ഞാൻ പറയുന്നത് ഈ മേയർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് LDFന്റെ പ്രത്യയശാസ്ത്രമൊന്നും അദ്ദേഹത്തിന് വലിയ ഭാരമായിട്ട് അനുഭവപ്പെടേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം വളരെ പ്രാക്ടിക്കലായ രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് വിശ്വാസമില്ല, BJP വിശ്വാസമില്ല, ഒരു വിഷമമില്ലാതെ ഇത്രയും കാലം തന്നെ താനാക്കിയ കോൺഗ്രസ് വിട്ട് അപ്പുറത്ത് LDFന്റെ കൂടെ പോകാനും അദ്ദേഹത്തിന് വലിയ മനസാക്ഷി കുത്തൊന്നും ഉണ്ടായില്ല. മറിച്ച് രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണ് എന്നത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ കല ഉപയോഗിച്ച് അദ്ദേഹം മേയറായി. ഇപ്പോഴും ആ ഞാണിമേക്കളയിൽ അദ്ദേഹത്തെ മാറ്റാൻ
അതായത് കോൺഗ്രസ്സുകാർ എത്രയോ പണിപ്പെടുന്നുണ്ട് ഇപ്പൊ അദ്ദേഹത്തെ ഒന്ന് മറുകണ്ഠം ചാടിച്ച് ഈ ഭരണം ഒന്ന് അട്ടിമറിക്കണമെന്ന്. ബി ജെ പിക്ക് വേണമെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാം. ബി ജെ പി അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യാൻ തയ്യാറുമല്ല. അപ്പൊ കോൺഗ്രസിന് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ട് കാര്യമില്ലാത്തൊരവസ്ഥ ഉള്ളത് കൊണ്ട് അവരും അതിന് തയ്യാറാവുന്നില്ല. ഈ രാഷ്ട്രീയ ട്രപ്പീസിൽ MK വർഗീസ് എന്ന് പറയുന്ന മേയർ അവസാനം വരെ നിൽക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ ജയരാജ് പറഞ്ഞ കാര്യം. അതായത് ശരി. സുനിൽ കുമാറിന്റെ ഈ വേദനയും അദ്ദേഹത്തിന്റെ മനസ്സിലെ മുറിവും ഈ പറഞ്ഞ പോലെ ഉല്ലാസ് ബാബു നേരത്തെ നിരീക്ഷിച്ച പോലെ ആ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ കുടിയേറിയ ആ ഒരു വിഷാദമൊന്നും അവരാരും മൈൻഡ് ചെയ്യുന്നില്ല. അവര് ഈ തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് പറയുന്ന വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ ആ, മണ്ഡലമാണ്, അല്ലെങ്കിൽ കോർപ്പറേഷൻ. തൃശ്ശൂർ കോർപ്പറേഷൻ വലിയ മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ്. അപ്പൊ അങ്ങനെ വിചാരിക്കുന്നുണ്ട് CPM. അപ്പൊ ആ കോർപ്പറേഷൻ ഏതെങ്കിലും രീതിയിൽ വർഗീസിനെ മാറ്റുന്നതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ വർഗീസിന്റെ ചെയ്തികൾ കൊണ്ട് അവർക്ക് മുഴുവനായിട്ട് യോജിപ്പൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പല ചെയ്തികളോടും LDFന് എതിർപ്പൊക്കെ ഉണ്ടാകാം. പക്ഷെ LDF ആഗ്രഹിക്കുന്നതൊക്കെ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അതിനൊന്നും തടസ്സം നിൽക്കുന്നില്ല. ശരി. LDF ആഗ്രഹിക്കുന്ന കോർപ്പറേഷനിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ ചെയ്യാൻ അദ്ദേഹം കൂട്ടു നിൽക്കുന്നുണ്ട്. പലതിനും കണ്ണടയ്ക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാ കാര്യങ്ങളോടും യോജിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടരട്ടെ. അദ്ദേഹത്തെ മാറ്റാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഭരണം പോയേക്കാം. കോർപ്പറേഷൻ തീർച്ചയായും കൈവിട്ടു പോകും അതുകൊണ്ട് തന്നെ എന്നുള്ളത് നിലപാടെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ പരസ്യ പ്രതികരണം പോലും സാധ്യമാകാത്ത അവസ്ഥ ഉണ്ട് CPM-നെ സംബന്ധിച്ച് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒറ്റ പോയിന്റ് കൂടെ ഉണ്ട് രേണുക. ആ. ഇത് സുനിൽകുമാറിന് സ്വന്തം പാർട്ടിയിലെ കൗൺസിലറെ പോലും അത് ബോധ്യപ്പെടുത്താനായിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ അതിലേക്ക് എത്താം. നേരത്തെ മുതൽ തന്നെ മേയറുമായി അഭിപ്രായ ഭിന്നതകൾ തുടർന്നു വരികയാണ്. ധാരണപ്രകാരം സ്ഥാനമൊഴിയാൻ ഉള്ള നിർദ്ദേശം അദ്ദേഹം നിരസിച്ചത് കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത്, തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും സുരേഷ് ഗോപിയുമായി നടത്തിയ ഊഷ്മളമായ കൂടിക്കാഴ്ച കണ്ടതാണ്. ഇപ്പോൾ ഈ കേക്ക് വിവാദത്തിൽ വരെ അത് എത്തി നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴും കോർപ്പറേഷനിൽ തന്നെ വികസന കമ്മിറ്റി അധ്യക്ഷനായ വർഗീസ് കണ്ടംകുളത്ത് പറയുന്നു ഈ കൂടിക്കാഴ്ചയെ ആ രീതിയിൽ കാണേണ്ടതില്ല എന്നതാണ്. BJP-യിലേക്ക് ചിലപ്പോൾ കേക്കും ബോംബും ഒക്കെ അവർ കൊണ്ടുപോകും. അവർ ആഗ്രഹിക്കുന്നത് പോലെ ആരും BJP-യിലേക്ക് പോകില്ല. വേറെ മേയറെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം BJP നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ മേയറുടെ ഭാഗത്ത് തെറ്റില്ല എന്ന ഒരു നിലപാടിലേക്ക് CPM എത്തുന്നുണ്ട്. ഇപ്പോൾ ചർച്ചയിൽ പോലും പങ്കെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. അവിടെ നിന്നുള്ള ഒരു നേതാക്കളെയും ചർച്ചയിൽ പങ്കെടുക്കാൻ CPM അനുവദിക്കുന്നില്ല. പരസ്യ പ്രതികരണങ്ങളിലും അതുതന്നെയാണ്. അപ്പോൾ മേയറെ കൈവിടേണ്ട എന്ന രീതിയിൽ, പരസ്യ പ്രതികരണങ്ങൾ വേണ്ട എന്ന രീതിയിൽ എന്തുകൊണ്ട് CPM ഇപ്പോൾ നിലപാടെടുക്കുന്നു? ഇതിനെ ഒരു ഗൗരവമായ വിഷയമായി കാണണ്ട, മേയറെ ആ നിലയിൽ അകറ്റി നിർത്തേണ്ടതില്ല എന്ന് CPM തീരുമാനിക്കുന്ന സാഹചര്യം എന്താണ്? ഇതിനകത്ത് നേരത്തെ തന്നെ ഞാൻ വ്യക്തമാക്കിയതല്ലേ, കാരണം ഇത്തരം സന്ദർശനങ്ങൾ, ഭവന സന്ദർശനങ്ങൾ സ്വാഭാവികമാണ്. അതിൻ്റെ പേര് ഇപ്പോൾ EP ജയരാജനെതിരെ നടപടിയെടുത്തത് ഈ വിഷയത്തിലൊന്നുമല്ല. BJP നേതാവ് സന്ദർശിച്ചത്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചാർജുള്ള BJP നേതാവ് സന്ദർശിച്ചതിൻ്റെ പേരിലൊന്നുമല്ല EP ജയരാജനെതിരെ LDF കൺവീനർ സ്ഥാനത്ത് മാറ്റി. മറ്റ് കുറേ നാളുകളായിട്ട് LDF-ൽ നിന്ന്, പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. കുറച്ച് നാൾ ലീവായിരുന്നു. അതിനുശേഷം ചില തുടർച്ചയായിട്ട്, അത് പാർട്ടി സമ്മേളനങ്ങളിൽ ആ ചർച്ചകൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, കൃത്യമായിട്ട് ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം തന്നെ സന്നദ്ധത പ്രകടിപ്പിക്കുകയുണ്ടായി. എനിക്ക് LDF കൺവീനറായിട്ട് തുടരാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് EP ജയരാജൻ സാറിനെ അതിനകത്തുനിന്ന് ഒഴിവാക്കിയതെന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് തുടരുന്നുണ്ട്. അത് വേറൊരു വിഷയം. കൂടിക്കാഴ്ചയിലും തുടർന്നുണ്ടായ ചില പരസ്യ പ്രതികരണങ്ങളിലും, തെരഞ്ഞെടുപ്പ് ദിവസമുണ്ടായ പരസ്യ പ്രതികരണങ്ങളിലും പാർട്ടി എത്തിപ്പെട്ട തീരുമാനം, നിലപാട് എന്താണ് എന്നത് പാർട്ടി തന്നെ വിശദീകരിച്ച കാര്യമാണല്ലോ. അത് മിസ്കോട്ട് ചെയ്യപ്പെട്ടതാണ് പലതും. ഇപ്പോൾ ഒരു സന്ദർശനത്തിന് മിസ്കോട്ട് ചെയ്യപ്പെട്ടതാണ്. അപ്പോഴത്തേക്കും ഒരു ബാന്ധവമായി, അല്ലെങ്കിൽ ഇവരുമായിട്ട്, സംഘപരിവാരമായിട്ട് കൂടുതൽ അടുക്കുന്നു എന്നൊക്കെയുള്ള ഒരു വ്യാഖ്യാനം ഉണ്ടായി. തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ എന്താ നടന്നത്? തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ ലാസ്റ്റ് ഉണ്ടായ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ്സിന് മാറ്റം വരുത്തുകയും TN പ്രതാപനെ പോലുള്ള നേരത്തെ ജയിച്ചിരുന്ന ഒരാളെ അവിടുന്ന് മാറ്റി അവിടേക്ക് K മുരളീധരൻ എന്ന് പറയുന്ന സ്ഥിരം ബലിയാടിനെ കൊണ്ടുവന്ന് നിർത്തുകയും അദ്ദേഹത്തിനെ ബലി കഴിച്ചിട്ട് പോവുകയും ആ 78,000 വോട്ട് TN പ്രതാപൻ്റെ വോട്ട് കൃത്യമായി BJP-യുടെ കിറ്റിൽ വീഴുകയും ചെയ്യും. അല്ലാതെ ഈ പൂരം കലക്കിയത് കൊണ്ട് ഒരു ദേശത്തിൻ്റെ മുഴുവൻ വോട്ട്, അല്ലെങ്കിൽ പൂരം കലക്കിയെന്നുള്ള വാദമൊന്നും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കലക്കിയെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിലും ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഭയങ്കര വോളട്ടൈലായിട്ടുള്ള സിറ്റുവേഷനിൽ ഗവൺമെൻറ് ചില തീരുമാനങ്ങളെടുക്കും. അത് ചില അധികം ഇതില്ലാത്ത, എക്സ്പീരിയൻസ് ഇല്ലാത്ത പോലീസുകാർ അത് കുറച്ചുകൂടി സ്ട്രിക്റ്റായിട്ട് അത് ഫോളോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും നടന്നില്ല. ചില ആളുകളെയൊക്കെ തടഞ്ഞു വയ്ക്കുകയുണ്ടായി. പൂരം വെളുപ്പിന് നടക്കുന്ന
പൂരം നേരം പുലർച്ചയ്ക്ക് ശേഷം മാത്രമാണ് സംഭവിച്ചത്. അങ്ങനെയൊക്കെയുള്ള ചില വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് അത്ര വലിയ പ്രൊപ്പഗൻഡ ഒന്നും ആയിട്ട് ആരും ഉപയോഗിച്ചിരുന്നില്ല ഇലക്ഷൻ സമയത്ത്. പൂരമല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ വിഷയം. ഇവിടെ ഇപ്പോൾ സുരേഷ് ഗോപിയോട് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. വി എസ് സുനിൽകുമാർ ഉന്നയിച്ച ഗൗരവതരമായ വിഷയം എന്താണ് എന്നത് നമ്മുടെ മുന്നിലുണ്ട്. CPM മാത്രമേ ഇത് മനസ്സിലാകാതെയുള്ളൂ. ഈ കൂടിക്കാഴ്ചയിലെ അവരുടെ ലക്ഷ്യം എന്താണ് എന്നത് മനസ്സിലാകാത്തത് CPM മാത്രമേ ഉള്ളൂ എന്നാണ് അനിലക്കരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒട്ടക പക്ഷിയെ പോലെയാണ് CPM എന്ന് പറയുന്നു. നിങ്ങളുടെ CPM നേതാക്കളുടെ പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വികസന കമ്മിറ്റി അധ്യക്ഷന്റെ പ്രതികരണവും ആ നിലയിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. മറ്റു പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല. ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ പോലും ഒരു അംഗം വേണ്ട എന്ന് പോലും തീരുമാനിക്കുന്നു. ഇതിൽ മൗനം തുടരാമെന്ന് CPM തീരുമാനിക്കേണ്ടി വരുന്ന സാഹചര്യം എന്താണ് എന്ന് തന്നെയാണ് ഞാൻ ചോദിച്ചതും. ഇതിനകത്ത് മൗനത്തിൻ്റെ ഒന്നും കാര്യമില്ല. കാര്യം ഇതൊരു നോൺ ഇഷ്യൂ ആണ്. ശരിക്കും ഇത് ചർച്ച ചെയ്യേണ്ടുന്നൊരു വിഷയമേ അല്ല. ഒരു ക്രിസ്മസ് കേക്കുമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ അവിടെ ചെല്ലുന്നു, മേയറെ കാണുന്നു. മേയർ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണഘടനാ ചുമതലയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ആർക്ക് വേണമെങ്കിലും പോയി കാണാം, ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് കേക്ക് നൽകാം. ആ ഒരു അർത്ഥത്തിലെടുത്താൽ മതി. അല്ലാതെ ഉടനെ തന്നെ നാളെ മാറിയിട്ട് മാറിയിട്ട് MK വർഗീസ് മാറി BJPയുടെ കൂടെ പോകുന്നൊക്കെ ഉള്ളൊരു ധ്വനി വരുത്തേണ്ടുന്ന കാര്യമൊന്നുമില്ല. വിമതനായിട്ട് മത്സരിച്ച ആളാണെങ്കിൽ അന്വേഷിച്ചിരുന്നു CPM. അപ്പോൾ ചായ ആണെങ്കിൽ വിളിച്ചു വരുത്തും, കേക്കാണെങ്കിൽ പ്രശ്നമില്ല എന്നാണോ? അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീട്ടിലേക്ക് ഇപ്പോൾ ചായയാണെങ്കിലും കേക്കാണെങ്കിലും ഇതെല്ലാം ഒരു ഡിപ്ലോമസിയുടെ ഭാഗമല്ലേ. ആ സമയം അതിശക്തമായിട്ട് നിലപാടുകൾ എടുക്കേണ്ടുന്ന സ്ഥലത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട സ്ഥലത്തൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് പാലക്കാട് കരോളിനെതിരെ ആക്രമണം നടത്തി, കരോളിന് സംഘങ്ങളെ തടസ്സപ്പെടുത്തി, കരോൾ ഗാനം തടസ്സപ്പെടുത്തിയ വിഷയത്തിൽ VHP പ്രവർത്തകർക്കെതിരെ ഉടനെ തന്നെ കേസെടുക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ ഇതുപോലെ സെയിൻറ്റ് കത്രീഡലിൽ എവിടെയാണ് ഇത് നടന്നപ്പോൾ അവിടെയും ഇതുപോലെ ശ്രീകൃഷ്ണ ശ്രീരാമ ഇത് വിളിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ രാജ്യത്തിലെമ്പാടും ക്രിസ്മസ് ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് VHPയുടെ പേരിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയുണ്ടായി. രാജ്യത്തെമ്പാടും നമ്മൾ അതെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ പേരാണ്. ഇപ്പോൾ ഗൗരി ലങ്കേഷിനെ കൊല്ലുന്നുണ്ടെങ്കിൽ അവർ ഹനുമാൻ സേനയായിട്ട് മാറും. ഗാന്ധി വധം നടത്തുമ്പോൾ അവർ ഹിന്ദു മതസഭയായിട്ട് മാറും. ബാബറി പള്ളി വിളിക്കുമ്പോൾ അവർ VHP ആവും. ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊള്ളുമ്പോൾ ബജറംഗദളാവും. പത്മാവത് സിനിമയ്ക്കെതിരെ പ്രകടനം നടത്തുമ്പോൾ അത് കർണി സേനയായി മാറും. മുഹമ്മദ് അത്ലാഖ് എന്ന് പറഞ്ഞ പാവപ്പെട്ടവൻ ബീഫ് കൊണ്ടുപോയെന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുമ്പോൾ അത് ഗോരക്ഷക് സേനയാവും. ഇതിനെല്ലാം ഒരു പേര് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പേര് സംഘപരിവാർ എന്നാണ്. അപ്പോൾ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ വളരെ കൃത്യമായിട്ട് കേരളത്തിലെ പ്രബുദ്ധരായ ജനത, വളരെ സെക്കുലറായിട്ടുള്ള ജനത നോക്കി നിരീക്ഷിക്കുക തന്നെയാണ്. അവരിനി കേക്കല്ല, ഇനി എന്ത് ഡിപ്ലോമസി നടത്തിയാലും ഇവർ ഈ പുറമേ ഉള്ള ഇത് മാത്രമല്ല, അതിനൊരു ഹ്യൂമൻ ഫേസ് ആയി നിന്നു കൊടുക്കാനായിട്ട് ചില ആളുകളൊക്കെ ശ്രമിക്കുന്നുണ്ട്. ചില ഘട്ടങ്ങളിൽ ചിലരെ ബ്ലാക്ക്മെയിൽ ചെയ്ത്, ചിലരെ ED കാണിച്ച് പേടിപ്പിച്ച്, ചില ആളുകളുടെ വിദേശ ഫണ്ടുകൾ തടഞ്ഞു വെച്ച്, അങ്ങനെ ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം എന്തായാലും ഇതൊരു വിഭജന തന്ത്രം BJP പയറ്റുന്നതാണ് എന്ന് തിരിച്ചറിയുമ്പോഴും നേരെ കൈവിടേണ്ട എന്നതാണ് CPMന്റെ ഇപ്പോഴത്തെ നിലപാട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്തു വരുന്ന സാഹചര്യമുണ്ട്. അടുത്ത് നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം നൽകുന്ന സൂചനകളൊക്കെ ഒരു പക്ഷേ അതിന് കാരണമായിരിക്കാം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഡോക്ടർ B ജയരാജ്, BJP എന്തൊക്കെ PR വർക്ക് ചെയ്താലും അവരുടെ കൃത്യമായിട്ടുള്ള ഉദ്ദേശം, ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഉദ്ദേശവും സംഘപരിവാറിന്റെ ഉദ്ദേശവും കേരളത്തിലെ പ്രബുദ്ധരായ ജനതയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ സുരേഷ് ഗോപിയെ പോലെ ഒരാള് പാർലമെന്റിൽ പോയതിന്റെ സുപ്രധാനമായ ഉത്തരവാദിത്തം ഇവിടുത്തെ വലതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്, UDFനാണ്, യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടാണ്, വലതുപക്ഷ മുന്നണികൾക്കാണ്. അവരുടെ വോട്ട് ചോർച്ച കൊണ്ടാണ് സുരേഷ് ഗോപിയെ പോലെ ഒരാള് എപ്പോഴും കോൺഗ്രസ്സുകാരുണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ, ജയിച്ചു പോകുന്ന സ്ഥലങ്ങളിൽ BJPക്കാർ ജയിക്കുമ്പോൾ അവിടെ തിരിച്ചു വ്യക്തമായി ഞാൻ താങ്കൾക്ക് തന്ന സമയം അവസാനിച്ചു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. എന്തായാലും ഈ നിലപാട്, ഈ കേക്ക് കൊണ്ടുപോയത് വളരെ നിസ്സാരമായ വിഷയമാണ് എന്നൊക്കെയുള്ള നിലപാട് മറ്റേതെങ്കിലും മേയർമാരുടെ വീട്ടിലേക്കാണെങ്കിൽ, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ വീട്ടിലേക്കാണെങ്കിൽ ഇതായിരിക്കുമോ CPMന്റെ നിലപാടെന്ന ഒരു കാര്യം കൂടി അവിടെ ചോദിക്കാനുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഉല്ലാസ് ബാബു, ഇവിടെ ഇപ്പോൾ വിഭജനത്തിന്റെ തന്ത്രം BJP പയറ്റുന്നു എന്നത് പറയുന്നുണ്ട്. അപ്പോൾ പോലും മേയറെ കൈവിടേണ്ടതില്ല എന്നതാണ്. കാരണം തൃശ്ശൂരിൻ്റെ മാറി വരുന്ന ഒരു സ്വഭാവവും അതിന് കാരണമാകും. നിങ്ങൾക്ക് ആ നിലയിലുള്ള ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വിജയം വല്ലാത്തൊരു ഊർജ്ജം തൃശ്ശൂരിനെ സംബന്ധിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണോ കോഴിക്കോട് നിന്ന് ബീന ഫിലിപ്പിന് പോലും കൊടുക്കാതെ കേക്കുമായി K സുരേന്ദ്രൻ വരുന്നു, തൃശ്ശൂർ മേയറെ കാണുന്നു. തൃശ്ശൂർ മേയറാണെങ്കിൽ BJP നേതാക്കളോട് നല്ല ബന്ധം പുലർത്തുന്ന രക്ഷകനെ കാത്തിരിക്കുന്ന നേരം
രക്ഷകനെ കാത്തിരിക്കുന്ന നേരത്ത് എത്തിയ BJP അധ്യക്ഷനെ സ്വീകരിക്കുന്നു. ആ നിലയിൽ അങ്ങനെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു ആ സന്ദർശനത്തിന്. നിങ്ങൾ ഈ വെറുതെ ഇല്ലാ സാധനം ഉണ്ടാക്കി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ഈ വിത്തുവാകുന്ന ഈ പ്രവർത്തനം നടത്തും. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞില്ലേ, അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മദിനവുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രന് തൃശ്ശൂരിലായിരുന്നു പരിപാടി. തൃശ്ശൂർ ബിഷപ്പിനെയും കണ്ടു, മേയറെയും കണ്ടു, വേറെ 1-2 ആളുകളെയും കാണാനുണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ടു, അവർക്കൊക്കെ സ്നേഹ സന്ദേശ ഇത് കൈമാറി. സ്വാഭാവികമായിട്ട് കേക്കും കൈമാറി, അവരും തരുന്ന കേക്കും കഴിച്ചു. എന്നിട്ട് അദ്ദേഹം കോട്ടയത്തിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് അതിനെ ഒന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആരുടെ കുറ്റാണ്? അത് നിങ്ങളുടെ ഉൾക്കാഴ്ചയുടെ പ്രശ്നമാണ്. VS സുനിൽകുമാർ അത് കാണുമ്പോൾ ഹാലിളകി, ആ കേക്കിന് മധുരമല്ല കയ്പാണ് എന്ന് തോന്നിയത് VS സുനിൽകുമാറിന്റെ പ്രശ്നമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം VS സുനിൽകുമാറിനെ ബാധിച്ചിരിക്കുന്ന വിഷയം വളരെ കൃത്യമായി പറഞ്ഞു. എന്നാൽ തലേ ദിവസം ഇതേ ക്രിസ്മസിന് സ്വാഭാവികമായിട്ട് കരോൾ തടഞ്ഞിട്ടുള്ള ചാവക്കാട് പോലീസുണ്ട്. CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ പോലീസല്ലേ ആഭ്യന്തരം വഹിക്കുന്നത്? അതിനെക്കുറിച്ച് VS സുനിൽകുമാർ നിലപാടില്ലല്ലോ. VS സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, വിഷയങ്ങൾ ഉണ്ടാക്കുക, പ്രയാസങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ അദ്ദേഹത്തെ ക്രിസ്മസിന്റെ ചെറുപ്പാണെന്ന്. ഈ വിശ്വാസങ്ങളോടും യാതൊരു ശൈലിയോടൊക്കെ അദ്ദേഹത്തിന് വിരോധം ഉണ്ടാകാം. ആ വിരോധമുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് കേക്ക് മാറുന്നതും സന്ദേശം മാറുന്നതും ഒക്കെ വലിയ ദേഷ്യവും ഹാലക്കിളകുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യും. ഞങ്ങൾക്ക് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത പ്രവൃത്തി അത് CLBCയുടെ പരിപാടിയാണെങ്കിലും പ്രധാനമന്ത്രി കൃത്യമായിട്ട് സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് ഗോകടച്ചന്റെ പരിപാടിക്ക് ഞങ്ങൾ പങ്കെടുത്ത കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നതല്ലേ? സ്വാഭാവികമായിട്ട് തൃശ്ശൂർ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനെടുത്ത പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. അതിലൊന്നും ഒരു കുഴപ്പമില്ലെന്ന്. ഇതിനൊക്കെ ഒരു വിരോധമായി കാണുന്നു. ഇപ്പൊ ഇന്ന് ന്യൂസ് 8-ന് എന്തായ വിഷയം ചർച്ചയ്ക്കെടുത്തത്? അപ്പൊ സുനിൽകുമാറിന്റെ വിജയം അവിടെ മാത്രമേ ഉള്ളൂ. സുനിൽകുമാർ വരിയിലുണ്ട് എന്ന് സുനിൽകുമാറിന് കാണിക്കണം. ന്യൂസ് 8-ന് ഇന്ന് വിഷയം ചർച്ചയ്ക്ക് എടുത്തില്ലേ? സുനിൽകുമാർ. അപ്പൊ ഞാൻ തോറ്റിട്ടില്ല, ഞാൻ വരിയിലുണ്ടെന്ന് അദ്ദേഹത്തിന് കാണിക്കുന്ന ചെറിയൊരു രാഷ്ട്രീയ ഗിമ്മിക്കായിട്ട് അതിനെ കാണേണ്ട കാര്യമുള്ളൂ. ഇതിനെ വലിയ കഥ പറഞ്ഞ് ചർച്ച ചെയ്ത് നാളെ ഓണസമയത്താണ് ഞാൻ രേണുവിനെ കാണുന്നെങ്കിൽ ഒരു പാക്കറ്റ് ഉപ്പേരി സമ്മാനിക്കും. വിഷുവിനാണെങ്കിൽ 1 രൂപ ചിലപ്പോൾ ഞാൻ കൈനീട്ടം തരും. ക്രിസ്മസിനുള്ള ഒരു കേക്ക് പോയി. ഇതൊക്കെ സ്വാഭാവികമായിട്ടാണ്. ഇഫ്താർ വിരുന്നിൽ എല്ലാ മറ്റ് ചാനലിലെ ആളുകളെ കാണുകയാണെങ്കിൽ അവർക്ക് കൂടി ഉപ്പേരി കൊടുക്കണം. ശ്രീ നിങ്ങളെ ജോർജ് പൊടിപ്പാറ, ശരി 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 സംസാരിക്കുന്നത് എല്ലാവരോടും സ്നേഹ സന്ദേശമല്ലേ ശ്രീ ഉല്ലാസ് ബാബു? എല്ലാവരോടും വേണ്ട, എല്ലാവരോടും സ്നേഹം, എല്ലാവരിലേക്കും ആ സ്നേഹം എത്തട്ടെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതൊരു ഉദാഹരണ സഹിതം പറഞ്ഞപ്പോൾ അതുപോലും ഉൾക്കൊള്ളാൻ ഇല്ല. സ്നേഹ സന്ദേശ യാത്രയിലെ സ്നേഹം എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിക്കാൻ ശ്രമിച്ചു, BJP-യിലെ വികസന കമ്മിറ്റി അധ്യക്ഷന് ഇക്കാര്യത്തിൽ മേയറെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. CPI-യിലെ തന്നെ സതീഷ് കുമാർ, കൗൺസിലർ സതീഷ് കുമാറും മേയറെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. മേയർ പറയുന്നു, എന്തെങ്കിലും തെളിവുണ്ടോ ഈ ആരോപണങ്ങൾക്ക്? ഈ ആരോപണങ്ങൾ പറയുന്നതല്ലാതെ എന്തെങ്കിലും തെളിവുണ്ടോ? ഞാൻ ഇടതുപക്ഷ ആശയത്തിനൊപ്പമാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്, ഞാൻ ഇടതുപക്ഷത്തിനൊപ്പം തന്നെയാണ് ഇപ്പോൾ എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അനാവശ്യമായി പോയോ ഇങ്ങനെ ഒരു വിവാദം? അതും ക്രിസ്മസ് ദിനത്തിൽ നടത്തിയ ഒരു സന്ദർശനത്തെ വിവാദമാക്കിയത് അനാവശ്യമായി പോയോ? ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഏറ്റവും ഒടുവിൽ വന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം LDF-നെ സംബന്ധിച്ച് കുറച്ചുകൂടി അവർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് മേൽക്കൈ UDF-നായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അനാവശ്യമായി ഈ വിവാദം ഉയർത്തിക്കൊണ്ട് വന്നതുകൊണ്ടാണോ CPI-ക്ക് ഉള്ളിൽ നിന്നായാലും മുന്നണിക്ക് ഉള്ളിൽ നിന്നായാലും ഒരു പിന്തുണ ഇല്ലാതെ പോകുന്നത്? VS സുനിൽകുമാറിന്, സുനിൽകുമാർ ഒറ്റപ്പെട്ടു പോകുന്നത്? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കരുതേണ്ടി വരും. കാരണം ഇത് വളരെ ഒരു എന്താ പറയാ, വളരെ ഒരു കനമില്ലാത്ത കേസാണ്, ഒരു ചീള് കേസാണെന്നുള്ള രീതിയിലേക്കാണ് പാർട്ടി അല്ലെങ്കിൽ ഇടതു മുന്നണി തന്നെ മൊത്തത്തിൽ കാണുന്നത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞു ബാലചന്ദ്രനെ കണ്ടു, സംസാരിച്ചു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ CPI-യുടെ കൗൺസിലർ സതീഷ് കുമാർ, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം പറയുന്നത് ഇത് സംശയിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. അദ്ദേഹം വന്നു, സ്നേഹ സന്ദേശ യാത്ര, ആ ക്രിസ്മസ് സന്ദേശം അല്ലെങ്കിൽ ക്രിസ്മസിന്റെ ആ ഒരു ഡിപ്ലോമസി കാണിക്കുന്നു, ആ ഗുഡ് ഫെയ്ത്തിൽ പോകുന്നു, അവിടെ പോകുന്നു, കേക്ക് കൊടുക്കുന്നു, അദ്ദേഹം അത് സ്വീകരിക്കുന്നു, തിരിച്ച് കേക്ക് കൊടുക്കുന്നു, നല്ല വർത്തമാനം പറഞ്ഞ് ലോകരക്ഷകനെ കാത്തിരിക്കുമ്പോൾ വന്നത്, അത് ചേർത്ത് വായിക്കുമ്പോഴാണ് അതിനകത്തൊരു തമാശയുള്ളത്. ലോകരക്ഷകനെയാണ് വേണ്ടി ആ ദിവസം പുറത്തെങ്ങും പോകാതെ അദ്ദേഹം വീട്ടിൽ തന്നെ സമർപ്പിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് വേണമെങ്കിൽ ഈ പറഞ്ഞ സുരേന്ദ്രൻ വരുന്നത്. അദ്ദേഹമാണ് ആ രൂപത്തിലാണ് ലോകരക്ഷകൻ വന്നത്, സുരേന്ദ്രന്റെ രൂപത്തിലാണ്. ഈ രക്ഷ
ഒരുപക്ഷെ നാളെ അദ്ദേഹത്തിന് വല്ല രക്ഷയും കൊടുക്കുമോ എന്നുള്ളതാണ് നമുക്ക് സംശയിക്കാൻ ന്യായമുണ്ട്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ വലിയ ഫിലോസോഫിക്കൽ പൊളിറ്റിക്സ് ഒന്നുമില്ല. പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയൊന്നും അദ്ദേഹത്തിന് ഒരു ഭാരമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചു, അദ്ദേഹം സ്വതന്ത്രമായി മത്സരിച്ചു, ജയിച്ചു കഴിഞ്ഞപ്പോൾ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു. അദ്ദേഹത്തിന്റെ മഹാഭാഗ്യം കൊണ്ടും എന്താ പറയുക, ആക്സിഡന്റ് കോയിൻസിഡൻസ് ഓഫ് ഇൻസിഡൻസ് എന്നൊക്കെ പറയുന്ന പോലെ മേയറായി. അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്ന കാണില്ല മേയറാവാൻ പറ്റുന്നു. പക്ഷെ അദ്ദേഹം മേയറായി. ഇടതുപക്ഷം എല്ലാ കാലത്തും അദ്ദേഹത്തെ എതിർത്തിരുന്ന ഇടതുപക്ഷത്തിന്റെ മേയറായിട്ട് അദ്ദേഹം ഇപ്പൊ 4 വർഷമായിട്ട് ഇടയ്ക്കൊന്ന് മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞു. അതും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പറ്റണം എന്ന് പറയാനുള്ള ആമ്പയർ അല്ലെങ്കിൽ അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിനില്ല. അതുകൊണ്ട് വർഗീസ് ഈ 5 കൊല്ലവും അയാളെ വെച്ച് ഭരിക്കാം എന്ന് ഇടതുപക്ഷം തീരുമാനിക്കുന്നു. വർഗീസ് അല്ല പ്രശ്നം, കോർപ്പറേഷനാണ് പ്രധാനം, കോർപ്പറേഷന് ഭരണമാണ് പ്രധാനം. നാളെ ഇപ്പൊ ഇതേ വർഗീസ് BJP വലിയൊരു വാഗ്ദാനം കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. LDF ഇനി ഈ ടൈം അങ്ങ് കഴിഞ്ഞാൽ വർഗീസിനെ ചുമക്കുമോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. കാരണം വർഗീസിന്റെ പല നടപടികളോടും LDF-ലുള്ളവർക്ക് അത്ര വലിയ യോജിപ്പൊന്നുമില്ല. സുനിൽകുമാറിന് മാത്രമല്ല, CPM ജില്ലാ സെക്രട്ടറി പോലും അത് മുഴുവനായിട്ട് അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ നമ്പാൻ കൊള്ളുന്ന ഒരാളെന്നുള്ള തോന്നൽ ഇടതുപക്ഷത്തിന് CPM-നും ഇല്ല. പക്ഷെ ഇപ്പോൾ നിവൃത്തിയൊന്നുമില്ല. അദ്ദേഹം മേയർ മാറ്റാൻ നോക്കിയാൽ കോർപ്പറേഷൻ പോകും. അതുകൊണ്ട് നാളെ BJP ഓഫർ ചെയ്യാണ് തൃശ്ശൂർ മണ്ഡലത്തില് MK വർഗീസ് എന്ന് പറയുന്ന മേയർ, MK വർഗീസ് എന്ന് പറയുന്ന കത്തോലിക്കനായ മനുഷ്യൻ, ഞാനവിടെ ജാതി പറയുന്നൊന്നുമല്ല, അവിടുത്തെ ഒരു ഈക്വേഷൻ വെച്ചിട്ട് അവിടെ ഒരു സാധ്യതയുണ്ട്. അദ്ദേഹത്തെ തൃശ്ശൂർ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചാൽ ഒരു നല്ല ഫൈറ്റിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ രക്ഷകനായിട്ട് ലോകരക്ഷകനെ കാത്തിരുന്ന അദ്ദേഹം നാളെ സംഭവിക്കാനിരിക്കുന്ന രാഷ്ട്രീയ എന്താ പറയുക മാറ്റങ്ങളിൽ, രാഷ്ട്രീയ കളികളിൽ ഒരുപക്ഷെ ഈ രക്ഷകന് വല്ല രക്ഷയും കൊടുക്കുമോ എന്ന് പോലും അദ്ദേഹത്തിന്റെ ഭാഗ്യം വെച്ച് നോക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ എല്ലാ ഗ്രഹനിലകളൊക്കെ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ സാധ്യത, നക്ഷത്രങ്ങളെല്ലാം അദ്ദേഹത്തിന് അനുകൂലമാണ്. ഒരപഹാരവും അദ്ദേഹത്തിന് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത് സംഭവിച്ചുകൂടായികയില്ല. അദ്ദേഹം അത് കിട്ടിയാൽ അദ്ദേഹം സ്വീകരിക്കില്ല എന്ന് പറയാനും എനിക്ക് കഴിയില്ല. കാരണം അദ്ദേഹത്തിന് ആ കളികളൊക്കെ നല്ല വശമാണ്. അതുകൊണ്ടാണ്. പിന്നെ കോർപ്പറേഷന് കുറെ പണം കിട്ടുന്നു. സുരേഷ് ഗോപി ഇഷ്ടം പോലെ പൈസ MP ഫണ്ട് തൃശ്ശൂരിലേക്ക് ചെലവാക്കാൻ തയ്യാറാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഉല്ലാസ് ബാബു പറഞ്ഞു 13 ലക്ഷത്തിന്റെ ഒരു പ്രോജക്ട് പാലസ് സ്റ്റേഡിയത്തിൽ നടക്കുന്നു. ആ പാലസ് സ്റ്റേഡിയത്തിന്റെ മുഖത്തായി മാറും, തൃശ്ശൂരിനും വലിയ മാറ്റം വരും. അപ്പൊ അങ്ങനെ വളരെ കോപ്പറേറ്റീവായിട്ട്, അതുപോലെ തന്നെ ശക്തൻ മാർക്കറ്റിലൊക്കെ അദ്ദേഹം ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് സുരേഷ് ഗോപി. അപ്പോൾ BJP-യുമായിട്ട് എന്തിനു ഇടയണം? MP ആയി കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാവരുടെയും MP ആണല്ലോ, കോർപ്പറേഷന്റെയും MP ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ബന്ധം വഷളാക്കുന്നതിനേക്കാൾ നല്ലത് ആ ഒരു രീതിയിൽ നല്ല അടുപ്പം പാലിച്ച് ആ ഊഷ്മളത കാത്തു സൂക്ഷിച്ച് രാഷ്ട്രീയം എന്തും ആകട്ടെ. മാത്രമല്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു രാഷ്ട്രീയ ബാധ്യതയില്ലാത്ത ഒരാളാണ്. ഇടതുപക്ഷക്കാർക്ക് CPM ഒക്കെ ഉണ്ടാകാം. പക്ഷേ മേയർ MK വർഗീസിന് അത്ര വലിയ രാഷ്ട്രീയ ബാധ്യതയുടെ ആവശ്യമില്ല. കാരണം അദ്ദേഹം ഒരു സർവതന്ത്ര സ്വതന്ത്രനാണ്, ഇങ്ങനെ മേയറായിട്ടിരിക്കുന്നു. അപ്പോൾ കോർപ്പറേഷന് നേട്ടം ഉണ്ടാകുന്ന എന്തും ഞാൻ ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. എന്റെ കടമ ഇവിടുത്തെ ജനങ്ങളോടാണ്, കോർപ്പറേഷനോടാണ് ആത്യന്തികമായിട്ട്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഞാൻ നിൽക്കുന്ന കാലത്തോളം ഇടതുപക്ഷത്തോടും ഞാൻ കൂറ് പുലർത്തും. ഞാൻ ഇനി എങ്ങാനും അപ്പുറത്ത് പോയാൽ അവരോടും കൂറ് പുലർത്തും എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം പറയുന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് നാളെ എന്തും സംഭവിക്കാം. അദ്ദേഹം എല്ലാ വാർത്തകളും തുറന്നു. അതിനകത്ത് ഇപ്പൊ സുനിൽകുമാർ സുനിൽകുമാർ പക്ഷത്തെ CPM-നെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. ഇപ്പൊ ജയരാജ് പറയുന്നത് കേട്ടില്ലേ, തൃശ്ശൂർ പൂരമൊന്നും കലക്കിയിട്ടുമില്ലെന്നേ. അതുകൊണ്ടൊന്നും അല്ല എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി, അദ്ദേഹം പറയുന്നതിന്റെ മറുവശം പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി മിടുക്കുകൊണ്ട് ജയിച്ചു, BJP അതിന്റെ ശക്തി കൊണ്ട് ജയിച്ചു. എന്റെ പൊന്ന് ജയരാജ, ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ അന്തിക്കാട് പോലുള്ള തട്ടകങ്ങളിൽ പോലും LDF-ന് പോയ വോട്ടിന്റെ കണക്കെടുത്താൽ താങ്കൾ ഞെട്ടിപ്പോവും. ഏതെല്ലാം സ്ഥലങ്ങളിലും 3-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും ആയിപ്പോയി. 22,000 വോട്ടിന് ജയിച്ച ഒല്ലൂര് ഇപ്പോ സാക്ഷാൽ അഡ്വക്കേറ്റ് കെ രാജന്റെ തർക്കത്തിൽ എത്ര വോട്ടാണ് പുറകിൽ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര വോട്ടിന്റെ വ്യത്യാസം കുറഞ്ഞു എന്നൊക്കെയുള്ള കണക്കെടുത്ത് കിട്ടണമെങ്കിൽ ഞെട്ടും. പക്ഷെ പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പുണ്ട്. ഇതൊക്കെ ആണെങ്കിലും 2-ാം സ്ഥാനത്ത് അദ്ദേഹം വന്നു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ വ്യത്യാസം വന്നിട്ടില്ല. അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് എത്ര കണക്ക് കൂട്ടിയിട്ടും തൃശ്ശൂർക്കാരനായി എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്റെ കൺമുമ്പിലുള്ള, എന്റെ വാർഡിലും എന്റെ ബൂത്തിലും ഒക്കെ CPM-ന്റെ വോട്ട് പോയതിന് കയ്യും കണക്കുമില്ല. അത്രയധികം വോട്ട് കുറഞ്ഞു. പക്ഷെ എന്നിട്ടും 2-ാം സ്ഥാനത്ത് എത്തി എന്നുള്ളത്, ഇനിയിപ്പോ എനിക്ക് തോന്നുന്നൊരു കാര്യം, എങ്ങാനും മുരളിക്ക് രക്ഷയില്ലാന്ന് തോന്നിയപ്പോ മുസ്ലിം വോട്ടർമാർ സംഘടിതമായിട്ട് മാറ്റി കുത്തിയോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഇത്രയധികം വോട്ട് പോയിട്ട് എങ്ങനെയാണ് ഇത്രയും വോട്ടുകൾ കിട്ടിയതെന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. തീർച്ചയായും. എന്തായാലും VS സുനിൽകുമാറിനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിരുന്നു തോൽവി. അദ്ദേഹത്തെ അവസാന ദിവസങ്ങളിൽ
പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങൾ കാണുമ്പോഴും വളരെയധികം കോൺഫിഡൻസിലായിരുന്നു, ജയമുറപ്പ് എന്ന് വിശ്വസിച്ചിരുന്നു അദ്ദേഹം. ഈ ഘടകങ്ങളൊക്കെ ഇല്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ജയിക്കാമായിരുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ബി ജയരാജ്, ഇവിടെ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, മറ്റൊരു സ്ഥാനാർത്ഥി K മുരളീധരൻ ആയിരുന്നല്ലോ. ആ K മുരളീധരൻ പറയുന്നു മേയറുടെ കൂർ ആരോടാണ് എന്നത് ഇതിനോടകം തന്നെ പലകുറി വ്യക്തമായിട്ടുള്ളതാണ് എന്ന് K മുരളീധരൻ പറയുന്നു. തൃശ്ശൂരിൽ അവിശ്വാസം കൊണ്ടുവന്നാൽ കോൺഗ്രസ് CPIയെ പിന്തുണയ്ക്കും എന്നും പറയുകയാണ്. അപ്പോൾ CPI അവിടെ ഒരു അവിശ്വാസത്തിലേക്ക് നീങ്ങിയാൽ കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടാകും എന്ന് പറയുകയാണ്. ഇപ്പോൾ MK വർഗീസ് ഒറ്റയൊരാളുടെ വോട്ടിലാണ് അവിടെ ഭരണം നിലനിർത്തുന്നത്. ആ ഭരണം നിലനിർത്താൻ ഇതിനോടകം നിരവധി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു. മേയർ സ്ഥാനം വിട്ടുകൊടുക്കണമെന്ന ആവശ്യത്തിൽ കടുംപിടുത്തം തുടർന്നിട്ടും അത് സാധ്യമാകാത്ത സാഹചര്യമാണ്. CPI ഇതിനോടകം തന്നെ BJP രാഷ്ട്രീയം പ്രൊമോട്ട് ചെയ്യുന്ന MK വർഗീസ് പദവി ഒഴിയണമെന്നാവശ്യപ്പെടുകയും മുന്നണിയിലൊക്കെ അത് വലിയ ചർച്ചയാക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഭരണം നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെയും താഴ്ന്നു കൊടുക്കാം എന്ന ഒരു നിലയിലേക്ക്, മാനസിക നിലയിലേക്ക് CPM എത്തുകയാണോ തൃശ്ശൂരിൽ? അങ്ങനെയല്ല അതിനെ വായിച്ചെടുക്കുന്നത്. CPIക്കാരുടെ അടുത്ത് പഴയ ചങ്ങാത്തമുണ്ടല്ലോ, CPIക്കാരുമായിട്ട് ചേർന്ന് ഭരിച്ചതിൻ്റെ ഒരു പഴയ ഒരു സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം മുരളീധരൻ വെളിവാക്കിയെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ജോർജ് ജോസഫ് പൊടിപാറ സാറ് പറയാത്തൊരു കാര്യം, ജോർജ് പൊടിപാറ സാർ പറയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ TN പ്രതാപൻ്റെ 78,000 വോട്ട് അവിടെ പോയി. ഈ 78,000 വോട്ട് ഡയറക്റ്റ് BJPക്കല്ലേ പോയത്, അത് VS സുനിൽകുമാറിനാണോ കിട്ടിയത്? അങ്ങനെ വോട്ട് മറിച്ച് കൊടുത്തല്ലേ സുരേഷ് ഗോപി അവിടെ അധികാരത്തിലേറ്റിയത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ 78,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കോൺഗ്രസിന് കുറഞ്ഞത്. അതുകൊണ്ടാണ് കോൺഗ്രസ് 3-ാം സ്ഥാനത്തായിപ്പോയത്. അല്ലാതെ LDFിൻ്റെ വോട്ട് കുറഞ്ഞ് മുസ്ലിം വോട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ തിയറിയും ഒക്കെ ഉള്ളത്. പൊടിവാറ എന്നുള്ള സ്ഥലപ്പേരാണെങ്കിൽ അത് മാറി പാഴൂർ പടിപ്പുരയെന്ന് ആക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള പ്രവചന സിംഹമേ താങ്കളെ ഞാൻ നമിക്കുന്നു എന്നല്ലാതെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. കാരണം അത്തരത്തിലുള്ള വമ്പിച്ച ഇതുവരെ ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ പ്രവചനവും പ്രഡിക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, വിലയിരുത്തലാണ് ഞാനിപ്പോൾ കണ്ടത് കേട്ടത്. എനിക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അറിയാവുന്നത് കൊണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നതാണ്. എനിക്ക് പോലും ഇതുവരെ അത് വ്യവച്ഛേദിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇത്ര കുറഞ്ഞു എങ്ങനെ മൊത്തം വോട്ടുകളിൽ വലിയ വ്യത്യാസം പിടിയുന്നില്ല. താങ്കള് അന്തിക്കാട് നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് അതല്ലല്ലോ. പക്ഷെ കേരളം എന്തായാലും, ഞാൻ പറയട്ടെ പൊടിവാറ സാറേ, ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്, എന്റെ ചാൻസ് ആണല്ലോ, ഞാൻ പറയട്ടെ പൊടിവാറ സാറേ ഒരു മിനിറ്റ്. ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് ഒരു പ്രശ്നം ഞാൻ പറയട്ടെ. ഇതിനകത്ത് സുപ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ന് K മുരളീധരൻ പറഞ്ഞത് എന്താണ്? K മുരളീധരൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് പിന്തുണ കൊടുക്കുക, CPI പിൻവലിക്കാമെങ്കിൽ വലിച്ചിടാമെന്ന്. അതായത് ഇത് വിസർജനങ്ങളെ ഭക്ഷിക്കുക എന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കോൺഗ്രസിന്. ഏത് ബൈ ഹുക്ക് ഓർ ക്രൂക്ക് വിസർജ്യം ഭക്ഷിക്കുന്ന രീതിയിൽ അത്ര നിലവാരം താഴ്ന്ന രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. അതുപോലെ കോൺഗ്രസിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ എടുത്തു വിമതനായി മത്സരിച്ചവരെ നിസ്സാരക്കാരൊന്നും അല്ലല്ലോ. അല്ല, എങ്ങനെയാണ് MK വർഗീസ് മേയർ ആയത് എന്നും അറിയാമല്ലോ അല്ലേ? കോൺഗ്രസ് വിമതനായിട്ട് മത്സരിക്കുകയായിരുന്നു. അതെ, കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരാളാണ്. സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചു വന്നയാളെയാണ് ഭരണത്തിന് വേണ്ടി CPM എടുത്തത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ VS സുനിൽകുമാർ പറയാണ് രാഷ്ട്രീയം എന്നാൽ നിലപാടാണ്, ആ നിലപാട് എന്നും ഒന്നായിരിക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് VS സുനിൽകുമാർ ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ കൂടിക്കാഴ്ചയെ വിമർശിച്ചുകൊണ്ടും ആ നിലപാടിലെ സത്യസന്ധത പുലർത്താൻ വേണ്ടിയാണ് താൻ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഭരണം നിലനിർത്താൻ നിലപാട് വേണ്ട എന്നൊരു നിലയിലേക്ക് CPM എത്തിയോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. എല്ലാവർക്കും നല്ലതാണ്. ഇതിനകത്ത് യാതൊരു വിഷയമില്ല. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP ഒരുക്കുന്ന ഇത്തരം കണികളിൽ ചെന്ന് തലവെച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള വാസ്തവം. അത്തരം അറിഞ്ഞോ അറിയാതെ ആരും അതിന് ഭാഗഭക്കാവാതിരിക്കുക. അത് മെത്രാമാരാണെങ്കിലും ശരി, ക്രിസംഖികളാണെങ്കിലും ശരി, മറ്റ് തരത്തിലുള്ള ആളുകൾ ഇവിടെ നടക്കുന്ന, രാജ്യത്ത് നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന വേട്ടകൾ നമ്മൾ കണ്ടില്ല എന്ന് അടിക്കാൻ പാടില്ല. അവർ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇത് ഞങ്ങളുടെ നാട്ടിലല്ലല്ലോ, ഇത് നമ്മുടെ നാട്ടിലല്ലല്ലോ, ഇത് കേരളത്തിലല്ലല്ലോ എന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ്
കേരളത്തിൽ പോലും ഇവരുടെ അഴിഞ്ഞാട്ടം നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കാണാതിരുന്നൂടാ. ശരി. അതാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടേണ്ടത്. ശരി. അല്ലാതെ ഇവരുടെ ഈ കേക്ക് ഡിപ്ലോമസി അല്ല. ശരി, ഇവര് ശ്രീ ചെയ്യുന്ന ജോർജ് പൊടിപ്പാറ, ഇത് atrocities against വിഭജന തന്ത്രമാണ് minorities. എന്നത് അതെയാണ് CPM-ന് സംശയമില്ല. പക്ഷേ തുറന്നു അതിൽ ആളുകൾ കാണിക്കേണ്ടത്. വീണു അങ്ങനെ പോകാതിരിക്കണം ഇങ്ങനെ എന്ന് മാത്രം ഉണ്ടാകുന്നതാണ്. പറഞ്ഞു വെക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊന്ന്, സുദീർഘമായി കോൺഗ്രസ് സംസാരിച്ചതും. അവിശ്വാസം കൊണ്ടുവന്നാൽ CPI കൊണ്ടുവന്നാൽ പിന്തുണയ്ക്കുമെന്ന് പറയുന്നു. എന്തെങ്കിലും അത്ഭുതങ്ങൾ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തൃശ്ശൂരിൽ പ്രതീക്ഷിക്കണമോ? അങ്ങനെ അതിലേക്കൊക്കെ നീങ്ങുന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ടാകുമോ? എനിക്ക് ജയരാജ് പറഞ്ഞത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധ്യതകളുടെ കല്യാണങ്ങളൊക്കെ നമുക്കറിയാലോ. ഇപ്പൊ ആരാണ് ഇപ്പൊ കോൺഗ്രസ് ആണ് ഈ കേക്ക് നയതന്ത്രത്തെ എടുത്തത്? തൃശ്ശൂരിലെ അവരുടെ ഏറ്റവും കരുത്തനായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥിയായിട്ടല്ലല്ലോ മത്സരിച്ചത്, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. ആ ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയെത്തിയ തൃശ്ശൂരിലെ പ്രമുഖനായ പൊതു സ്വീകാര്യതയുള്ള എല്ലാവരും എല്ലാവർക്കും ഇഷ്ടവും ബഹുമാനവും ഒക്കെ ഉള്ള ഒരാളാണ്. ഒരു നല്ല നേതാവാണ്. ഈ പറഞ്ഞ പോലെ നേരത്തെ BJP നേതാവ് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഇതുണ്ടായാൽ ഉടനെ നീണ്ടു നിൽക്കുന്ന ഡിപ്രഷനൊന്നും ബാധിക്കുന്ന ആളൊന്നും അല്ല ഈ പറഞ്ഞ സുനിൽകുമാർ. അതൊരു വസ്തുതയാണ്. അദ്ദേഹത്തിന് അറിയാവുന്നവർക്കൊക്കെ അറിയാം. എത്രയോ കാലമായിട്ട് എനിക്ക് അറിയാവുന്ന ആ മനുഷ്യൻ പറയുന്നതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ തീർച്ചയായും നമ്മളത് പറഞ്ഞല്ലോ. എന്റെ ചോദ്യം ശ്രീ പൊടിപ്പാറ, ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തെങ്കിലും ഇനി മാറ്റങ്ങൾ ഉണ്ടാകുമോ തൃശ്ശൂരിനെ സംബന്ധിച്ച്? മാത്രവുമല്ല, ഈ MK വർഗീസ് BJP-യിലേക്ക് അതിന് മുൻപ് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങളോ മറ്റോ താങ്കൾ കാണുന്നുണ്ടോ? വളരെ ചുരുക്കി 30 സെക്കൻഡ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ഇപ്പൊ ഒരു നിർദ്ദേശം വെച്ചതിനകത്ത് ഒരു തെറ്റുമില്ല. കാരണം പ്രബല കക്ഷിയായിട്ടുള്ള CPI പറയുന്നു ഇതിനകത്ത് ഈ കേക്ക് നയതന്ത്രത്തിന് ആ കളി അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതുപോലെ വിശാല താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മേയർക്കെതിരെ CPI മുൻകൈ എടുത്ത് നിങ്ങൾ ആവശ്യം കൊണ്ടാൽ പിന്തുണയ്ക്കാം, ഇയാളെ വീഴ്ത്താം. CPM അഥവാ എതിർത്താലും പ്രശ്നമല്ല, ഞങ്ങൾ പിന്തുണയ്ക്കാം, അത് നിങ്ങളെ വീഴ്ത്താം എന്ന് പറയുന്നു. അതിന് CPI തലവെക്കുന്നില്ല, ചർച്ച ചെയ്യാൻ പോലും തയ്യാറല്ല. ഇദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അത് ഒരു പ്രശ്നമേ അല്ല, വളരെ ഡീസന്റ് ആയിട്ടുള്ള കാര്യമാണ് നടന്നത് എന്ന് വിചാരിക്കുന്നത്. അതിനകത്ത് രാഷ്ട്രീയ മാനമൊക്കെ ഉണ്ട്. വീർപ്പിക്കണോ എന്നുള്ളത് വേറെ കാര്യം. എന്റെ സമയം കഴിയുന്നതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. MK വർഗീസ് ഇപ്പോൾ പറയുന്നു ഞാൻ ഇടതുപക്ഷത്തിനൊപ്പമാണ് ഇപ്പോൾ എന്ന്. നാളെ എന്തും സംഭവിക്കാം, നമുക്ക് കാത്തിരിക്കാം. BJP-യുടെ തന്ത്രങ്ങൾ എന്താണ് എന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും.